നമ്മൾ എപ്പിസോഡിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേ വളരെ ക്യാഷ്വലായിട്ടൊരു വഴക്കായിട്ടാണ് തോന്നിയത്. പക്ഷേ നമ്മൾ ലൈവ് കണ്ടു കഴിഞ്ഞപ്പം ജിൻഡോയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അഭിഷേക് മറിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണുന്നത്. കഴുത്തിന് വ്യക്തമായിട്ട് ചുറ്റി പിടിച്ചുകൊണ്ടാണ്, അങ്ങനെയാണ് ബോൾ ഉൾപ്പെടെ മറിഞ്ഞു വീഴുന്നത്. എപ്പിസോഡിൽ ജിൻഡോ മറിഞ്ഞ് കിടക്കുന്നതായിട്ടേ കാണുന്നുള്ളൂ, ബോളും മറിഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കലത്തെ ഭാഗം കുറച്ചങ്ങ് പോയി, മുക്കിക്കളഞ്ഞു എന്ന് പറയാം. ഏതായാലും ബിഗ് ബോസിനൊരു പേടിയുണ്ട്. കാരണം ഫിജോയും നമ്മുടെ റോക്കിയും തമ്മിലുള്ള അടി കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുക്കിക്കളയുന്നതെന്ന് തോന്നുന്നു. ഇതുപോലെ റസ്മിനും ജാസ്മിനുമായിട്ട് അടിയുണ്ടായപ്പോഴും അടി ഉണ്ടായി എന്ന് പറയുന്നതല്ലാതെ അടിക്കുന്നതൊന്നും നമ്മൾ എപ്പിസോഡിൽ കാണുന്നുമില്ല, ലൈവിലും കാണുന്നില്ല. അതുപോലെ ഒരു സംഗതിയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇല്ലേ, ചൂടുവെള്ളം കുടിച്ച പൂച്ച തണുത്ത വെള്ളം കണ്ടാലും ഒന്ന് പേടിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ബിഗ് ബോസിൻ്റെ. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷേ എപ്പിസോഡിനകത്ത് ബിഗ് ബോസ് നിർത്ത് എന്ന് പറയുന്നുണ്ട്, പക്ഷേ പ്രൊമോയ്ക്കകത്തും പറയുന്നുണ്ട്. പക്ഷെ ലൈവിൽ അങ്ങനെ പറയുന്നതായിട്ടും കാണുന്നില്ല. അവിടെ ഒരു എഡിറ്റിംഗ് നടന്നതായിട്ട് തോന്നുന്നു. ഏതായാലും ഇങ്ങനെയാണ് ടാസ്കിൽ നടന്നത്. ജിൻഡോ അഭിഷേകിൻ്റെ ബോളിൽ അടിക്കാൻ ചെല്ലുന്നു. ഏതായാലും ജിൻഡോ ഇറങ്ങി കളിച്ചു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ജിൻഡോയും അവിടെ അങ്ങ് നിൽക്കുക, അത് രാത്രിയോളം നീണ്ടു നിൽക്കും. പക്ഷെ അത് അടിക്കാൻ വേണ്ടി സീലടിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ജിൻഡോയും അഭിഷേകും തമ്മിൽ അടിയായി. അപ്പം നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചതാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സായിയെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. സായി ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കളിച്ച് കുളവാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓരോ മത്സരാർത്ഥി അവിടെ ഇറങ്ങിക്കളിച്ച പല മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു. ഫിജോ, ജാസ്മിൻ, ശ്രീതു, നോറ, നന്ദന, പിന്നെ ജിൻഡോ. ഇവർ ഇത്രയും പേരും ഇറങ്ങിക്കളിച്ച് ഗെയിമിൻ്റെ സ്പിരിറ്റിൽ കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് എന്തൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചവരാണ്. പക്ഷെ സംഭവിച്ചത് എന്താ? തൂണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയ അവസ്ഥയിലായി. ഒരു മെയ്യും അനങ്ങാതെ അവിടെ നിന്ന് മാറാതെ അർജുൻ ജയിച്ചു എന്ന് കേട്ട് കഴിയുമ്പോഴേ സത്യം പറഞ്ഞാൽ ജാളിത്ത തോന്നുന്നു ബിഗ് ബോസേ. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ജിൻഡോ കളിച്ച ഗെയിം കറക്റ്റ് ഗെയിം തന്നെ. കാരണം അഭിഷേകാണ് അവിടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ജിൻഡോയ്ക്ക് വേണമെങ്കിൽ അഭിഷേകിനെക്കാട്ടിലും ഈസി ടാർഗറ്റ് തന്നെയായിരുന്നു നമ്മൾ സായിയോ അർജുനെയോ എതിരിടാൻ പോയിരുന്നെങ്കിൽ. പക്ഷേ തന്നെപ്പോലെ തന്നെ ആരോഗ്യമുള്ള അഭിഷേകിനെ നേരിടാൻ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അഭിഷേക് 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അഭിഷേക് ഈ ഗെയിമിൽ പുറത്തായെങ്കിൽ മാത്രമേ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അല്പമെങ്കിലും സ്കോപ്പുള്ളൂ. പക്ഷേ സായിയൊക്കെ ചെയ്തത് എന്താ? അഭിഷേകിനെ ഒരു വശത്തൂടെ കയറ്റി വിട്ടു. അപ്പോൾ അഭിഷേകിന് ഏകദേശം ഇപ്പം 13 പോയിൻറ്റോളമായി, അർജുൻ ഞങ്ങളുടെ 8 പോയിൻറ്റുമായി.